പ്രിയമുള്ളവരെ, 17ാമത്തെ ഞായറാഴ്ചയിലാണ് നാം ഇന്ന്. ഒന്നാമത്തെ വായനയിൽ എലീഷ പ്രവാചകൻ്റെ അരികിലേക്ക് കുറേ അപ്പവുമായി വരുന്നൊരു മനുഷ്യൻ അത് വിളമ്പുവാൻ ആവശ്യപ്പെടുമ്പോൾ 20ഓളം അപ്പങ്ങളേ ഉള്ളൂ, 100ഓളം പേർക്ക് എങ്ങനെ കൊടുക്കുമെന്ന ചിന്തയിലായിരുന്നു. വിളമ്പുക എന്ന് പറഞ്ഞപ്പോൾ വിളമ്പി മിച്ചം വരികയും ചെയ്തു. സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തീരെ ചെറിയ കാര്യങ്ങൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. ചെറിയ കാര്യങ്ങളിലൂടെ മഹാ അത്ഭുതങ്ങൾ സംഭവിക്കാം. പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളതും ചെറിയ കാര്യങ്ങളെ അവഗണിച്ച് കളയുകയും വലിയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചെറിയ ഒരു ബാലൻ്റെ കയ്യിൽ അവന് മാത്രമായിട്ടുള്ള കുറച്ചപ്പവും മീനും കയ്യിലുള്ളത് അവൻ കൊടുക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് തിരിയുന്നു. ആരും ശ്രദ്ധിക്കാതിരുന്നവനാണ്, അല്ല, എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്ക് തിരിയുന്നു. അതുമാത്രമല്ല, വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ വിശപ്പടക്കുവാൻ തക്കവിധം അവൻ്റെ ആ ഒരു പ്രവൃത്തി കാരണമായിത്തീരും. ചെറിയൊരു ഉപവിപ്രവർത്തനം വഴി വലിയൊരു അത്ഭുതത്തിന് കളമൊരുക്കുവാൻ അവനിടയാക്കും. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കൊച്ചു കൊച്ചു ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് വലിയ കാര്യങ്ങളായിട്ട് സംഭവിക്കുന്നു എന്ന് പലപ്പോഴും നമ്മൾ അറിയാറില്ല. ചെറിയ ചെറിയ പരിവേദനങ്ങളുമായി നടക്കുന്നവരാണ് നമുക്കുള്ള അനുദിനമുള്ള ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്ക് പലപ്പോഴും ബോധ്യമില്ല. ഹൃദയങ്ങൾ തുറക്കപ്പെടുന്ന ഒരത്ഭുതമെന്ന് പലരും ഇതിനെ വിളിക്കാറുണ്ട്. കൊച്ചുപയ്യൻ അപ്പവുമായി വന്നു, അതുപോലെ മറ്റുള്ളവരും തങ്ങൾക്കുള്ളത് കൊണ്ടുവന്ന് കാണും. യേശുവിൻ്റെ ഹൃദയങ്ങൾ തുറന്നു, മനസ്സിനെ വലുതാക്കി ദൈവകൃപയുടെ ഒരു ഒഴുക്കപ്പോഴുണ്ടായി എന്നാണ് പറയുന്നത്. ദൈവകരുണ നമ്മിലേക്ക് ചൊരിയപ്പെടണമെങ്കിൽ ഈ തുറവിയുള്ള മനസ്സുണ്ടാകണം. പിടിച്ചു വച്ചിരിക്കുന്ന വിട്ടുകൊടുക്കുവാൻ തയ്യാറാണ്. ദൈവ ആത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ. നമ്മുടെയൊക്കെ ശ്രദ്ധ എപ്പോഴും എനിക്ക് എന്ത് കിട്ടും, എന്ത് നേടിയെടുക്കാൻ പറ്റും, എന്ത് നേട്ടമുണ്ടാക്കാൻ പറ്റും എന്നൊക്കെയാണ്. എന്നാൽ കർത്താവ് എന്ന് പറയുന്നത്, നിനക്കുള്ളത് കൊടുക്കുവാൻ സാധിച്ചാൽ അമർത്തി കുലുക്കി കൊള്ളിക്കുന്ന വിധത്തിൽ നിന്റെ മടിയിലേക്ക് ഇട്ടുതരുന്ന ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അമർത്തി കുലുക്കിക്കൊള്ളുന്ന വിധത്തിൽ ഇട്ടുകൊടുത്തു. സ്വർഗീയ പിതാവ് കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശു പ്രാർത്ഥിച്ചപ്പോൾ അമർത്തി കുലുക്കിക്കൊള്ളിച്ച് ഇട്ടുകൊടുത്തുകൊണ്ട് 12 കൊട്ട നിറയെ ബാക്കി. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, എത്രത്തോളം പിടിച്ചു വയ്ക്കും തോറും അത്രത്തോളം നമ്മുടെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും. ചിലപ്പോഴൊക്കെ കൂലി കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര പിശുക്കാണ്. എന്നാൽ ആർക്കെങ്കിലും ഒരു സദ്യ നടത്താൻ, മദ്യം വാങ്ങിച്ചു കൊടുക്കാൻ, ആഘോഷിക്കാൻ ഒരു മടിയുമില്ല, എത്ര വേണമെങ്കിലും ചിലവാകും. പക്ഷേ അതിനുവേണ്ടി പാചകം ചെയ്തവന് വേണ്ടത് കൊടുക്കുവാനായിട്ടുള്ള ഒരു തുറവിയ മനസ്സോ പലപ്പോഴും നമ്മൾ കാണിക്കാറുണ്ട്. ദൈവകൃപ നമ്മിലേക്ക് കടന്നു വരുന്നത് തുറവിയുള്ള മനസ്സോടുകൂടി ദൈവത്തിൻ്റെ കരുണയുടെ മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ. കർത്താവിന് ജനക്കൂട്ടത്തോട് അനുകമ്പ തോന്നിയതുകൊണ്ടാണ് ഇവരെ വിശന്ന് ഇവിടെ നിന്ന് പോയാൽ വഴിയിൽ വെച്ച് തളർന്നു വീഴും, അതുകൊണ്ട് ഭക്ഷിക്കാൻ കൊടുക്കാൻ പറ്റും. ഈയൊരു മനസ്സ് നമുക്കും ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, അവരെക്കുറിച്ച് ഒരു കൺസേൺ നമുക്കുണ്ടാകണം. അവർ തളർന്നു പോകരുത്, വീണു പോകരുത്, അവരെ താങ്ങി നിർത്തണം. നമുക്കുള്ളത് അവന് കൊടുക്കുവാനായിട്ട് കഴിയണം. ആ കഴിയുമ്പോഴാണ്
നമ്മുടെയൊക്കെ ജീവിതം ക്രിസ്തുവിൽ പൂത്തുലയുക. ക്രിസ്തുവിലുള്ള ഈ പൂത്തുലച്ചിലിന് വിട്ടുകൊടുത്തപ്പോൾ ശിഷ്യന്മാർ പോലും അത്ഭുതപ്പെട്ടു. വിമർശനവുമായി വന്ന ഫരിസേയർ അത്ഭുതപ്പെട്ടു. അവനെ രാജാവാക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. ഇവൻ തന്നെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ ചെയ്യുന്നവനായിരിക്കണം. എന്നാൽ ആരാണൊരു ഫരിസേയനെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഫരിസേയനെന്ന് പറയുന്നത് അഭിമാനിയാണ്. ഞാൻ അവനെപ്പോലെയല്ല, ഇവനെപ്പോലെയല്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്ന് പറയുന്നവനെ നമുക്ക് ലൂക്കായുടെ സുവിശേഷത്തിൽ ചുങ്കക്കാരൻ്റെയും ഫരിസേൻ്റെ ഉപമയിലൂടെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഫരിസേയർ പോലും അത്ഭുതപ്പെട്ടു പോയി യേശുവിൻ്റെ ഈ അത്ഭുതം കണ്ടുകൊണ്ട്. എപ്പോഴും അത്ഭുതം കൂറി നിൽക്കുന്നവരാണ് നാം. പക്ഷേ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ പലപ്പോഴും നമ്മൾ ശ്രമിക്കാറ്. അത്ഭുതങ്ങൾക്ക് പിന്നാലെ പോയിക്കൊണ്ട് നമ്മൾ പലപ്പോഴും മുന്നോട്ടും. പക്ഷെ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വചനത്തിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കുവാനോ അത് ജീവിതത്തിൽ പകർത്തുവാനോ എനിക്കുള്ളതാണ് ആ വചനമെന്ന് മനസ്സിലാക്കുവാനോ കഴിയാറില്ല. പലപ്പോഴും ശിഷ്യന്മാർ ചോദിച്ചു, ഇതുകൊണ്ട് എന്തുണ്ടാകാനാണ് ഈ 5 അപ്പവും 2 മീനും എന്തുണ്ടാകാനാണ്? പുരുഷാരത്തെ നോക്കിക്കൊണ്ട് ശിഷ്യന്മാർ, ദൈവം വിചാരിച്ചാൽ എന്തുമുണ്ടാകും, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. നീ നിൻ്റെ ജീവിതത്തിലെ ചെറിയ കുറവുകളെ നോക്കിക്കൊണ്ട് നിന്നിലേക്ക് നോക്കി അസ്വസ്ഥപ്പെടാതെ നിനക്ക് ദൈവം തന്ന ചെറിയ ദാനങ്ങളെ നീ വിട്ടുകൊടുക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തോന്നും. എലീശ അതാണ് തൻ്റെ ഭൃത്യനോട് പറഞ്ഞത്, വിളമ്പുക. നിനക്ക് ദൈവം ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, വിളമ്പണം. നീ ഒരപ്പമായി മാറിയെങ്കിൽ മാത്രമേ അത് മുറിക്കപ്പെടുവാനും വിളമ്പാനും സാധിക്കത്തുള്ളൂ. ഒരപ്പനൊരു അപ്പമാകണം, അമ്മയൊരു അപ്പമാകണം. ഈ അപ്പം മുറിക്കപ്പെടണം, പങ്കുവയ്ക്കണം. നമ്മുടെ ഊണുമേശയിൽ പരസ്പരം മനസ്സിലാക്കുവാനും പങ്കുവയ്ക്കുവാനുള്ള അവസരം, നമ്മുടെ കൂട്ടായ്മകളിൽ പങ്കുവയ്ക്കുവാനുള്ള ഒരവസരം, ഒരു തുറവിയുള്ള മനസ്സോടുകൂടി സകലരുടെയും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. പരസ്പരം അകലം വെച്ച് പോകുമ്പോൾ നമുക്കറിയാം ഇന്ന് ഭിന്നതകൾ കൂടി വരുന്നു, പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു, കുടുംബങ്ങൾ തകർക്കപ്പെടും. ഇന്ന് പങ്കുവയ്ക്കലിൻ്റെ ഈ സുവിശേഷം കർത്താവ് നൽകുമ്പോൾ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിറഞ്ഞ് നന്മയുള്ളവരായി മാറി, വിളമ്പുന്നവരായി മാറി, അങ്ങനെ മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുന്നവരായി മാറി ജീവൻ സമർത്ഥമായി ഉണ്ടാകാൻ വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം.